Hi everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ റെപ്രസെൻറ്റ്സ് എ സർഫസ് ആണ് നമുക്കറിയാം അല്ലേ. നമ്മൾ നേരത്തെ കണ്ടാണ് ഇതൊരു സർഫസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇതുപോലെ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി ദസ്. ഇപ്പം ഞാൻ അതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം. നമുക്ക് ഇങ്ങനെ ഒരു സർഫസ് നമുക്കിവിടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ സർഫസ് എന്ന് വിചാരിക്കാം. സോ ദിസ് ഇസ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു സർഫസ്. ഓക്കെ, നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഇതാണ് നമ്മുടെ എക്സ് വൈ പ്ലെയിൻ, ഇത് ഇസഡ് ആക്സിസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പോയിന്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയാം. തീർച്ചയായിട്ടും ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഈ സർഫസിൽ നമുക്കൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും, ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റിലെ ഈ സർഫസിന്റെ ടാൻജന്റ് പരിഗണിക്കാം. ടാൻജന്റ്, ഈ പോയിന്റിലെ ഈ സർഫസിന്റെ ടാൻജന്റ്. ഓക്കെ, ടാൻജന്റ് പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടാൻജന്റ് എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ടാൻജന്റ്. റൈറ്റ്, ഇതൊരു പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പോയിന്റിനെ, ഈ ഫംഗ്ഷനെ ഈ പോയിന്റിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ടാൻജന്റുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഡിഫറൻസ് ഉണ്ടാവില്ല. ശരിയല്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സർഫസിന് പകരം നമുക്ക് എന്തെടുത്താലും മതി, ഈ ടാൻജന്റ് കൺസിഡർ ചെയ്താലും മതി. പക്ഷേ ഇത് നമ്മൾ ദൂരേക്ക് പോകുന്തോറും, ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്തോറും ഈ എറർ ഇങ്ങനെ കൂടി വരും. പക്ഷേ ഈ പോയിന്റിന്റെ അടുത്തുള്ള പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ, ഈ പോയിന്റിന്റെ ചുറ്റുമുള്ള ഏത് പോയിന്റ് എടുത്താലും ഈ സർഫസിലെ പോയിന്റും ഈ ടാൻജന്റിലെ പോയിന്റുകളും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അടുത്ത് വളരെ ചെറിയ വ്യത്യാസം ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ വളരെ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. റൈറ്റ്, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കതൊരു ഒരു ബുക്കിന്റെ പേപ്പർ ഇങ്ങനെ വളച്ചു വെച്ചിട്ട്, ബുക്കിന്റെ പേപ്പർ എടുത്ത് ഇങ്ങനെ വളച്ചു വെച്ച് നോക്കാം എവിടെയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്ട്രെയിറ്റ് പേപ്പർ വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ ആ രണ്ട് സർഫസിലേക്കും ഇങ്ങനെ നോക്കി ഇത് സ്ട്രെയിറ്റ് പേപ്പർ ആയിരിക്കണം കേട്ടോ, ഇതൊരു പ്ലെയിൻ പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് പേപ്പർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ആ രണ്ട് സർഫസിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, ടച്ച് ചെയ്ത പോയിന്റ്. ആ പോയിന്റിന്റെ അടുത്ത് ഈ രണ്ട് സർഫസും, ഈ പേപ്പർ വളഞ്ഞിരിക്കുന്ന പേപ്പറും ഈ ടാൻജന്റ് പോലിരിക്കുന്ന ഈ പേപ്പറും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ദൂരേക്ക് വരുന്തോറും ആ ഹൈറ്റ്, ഇത് നമ്മുടെ ഡിഫറൻസ് കൂടി വരും. ശരിയാണല്ലോ. അപ്പോൾ ഈ പോയിന്റിന്റെ അടുത്തുള്ള പോയിന്റുകളിലെ ഫംഗ്ഷൻ വാല്യൂസിനെ ഇതുപോലെ ഈ ടാൻജന്റിലെ പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ആക്ച്വലി ഈ ഫംഗ്ഷന് പകരം നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ആ ഫംഗ്ഷനെ നമ്മൾ എൽ ഓഫ് എക്സ് വൈ എന്ന് പറയാം. അപ്പോൾ ഇത് ഈ ടാൻജന്റിനെയാണ് നമ്മൾ എൽ ഓഫ് എക്സ് വൈ എന്ന് വിളിക്കുക. പുതിയൊരു ഫംഗ്ഷനാണ് അത്. ഈ പോയിന്റിന്റെ അടുത്ത് ഈ എഫ് ഓഫ് എക്സ് വൈയും എൽ ഓഫ് എക്സ് വൈയുടെയും വാല്യൂ വളരെ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവായിരിക്കും. ഇതാണ് ഐഡിയ എന്ന് പറയാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്, okay, so let L of xy be the local linear approximation okay, or വേറെ തരത്തിൽ പറഞ്ഞാൽ നമുക്ക് അതിന് ഇങ്ങനെ പറയാം, ടാൻജന്റ് പ്ലെയിൻ അപ്രോക്സിമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. Okay, let L of xy be the local linear approximation of z equal to f of xy at x0 y0. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. then ഈ എൽ ഓഫ് എക്സ് വൈക്ക് നമുക്കൊരു ഫോർമുലയുണ്ട്. ഈ ഫോർമുലയാണ് നമ്മൾ അറിയേണ്ടത്. സോ എങ്ങനെയാണ് ആ ടാൻജന്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇതാണ്, എൽ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് y naught plus fx of x naught y naught times x minus x naught plus fy of x naught y naught
ടൈംസ് വൈ മൈനസ് വൈ നോട്ട്. ഇതാണ് ഫോർമുല. ഓക്കെ, സോ എൽ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് എന്ന് വെച്ചാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ടൈംസ് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ടൈംസ് വൈ മൈനസ് വൈ നോട്ട്. ഓക്കെ, അത് ഇവിടെ നമ്മൾ പറയുന്നത് ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിലാണ്. ഓക്കെ, ഇതേ സംഭവം തന്നെ നമുക്ക് വേറെ തരത്തിലും പറയാം. അപ്പോൾ 3 വേരിയബിളുള്ള കേസുകൾ വേണമെങ്കിൽ വരാം. ഓക്കെ, സോ ഇഫ് f is a function of x, y and z. അങ്ങനെ 3 വേരിയബിളുള്ള ഒരു കേസ് നമുക്ക് വേണമെങ്കിൽ വരാം. So if f is equal to, okay, let me write like this, f is equal to f of x, y, z. ഇവിടെ 3 വേരിയബിൾ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 3 വേരിയബിൾ തന്നെ കിട്ടും. എൽ ഓഫ് എക്സ് വൈ സെഡ് is equal to, ഫോർമുല ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. എൽ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് പ്ലസ് എഫ് എക്സ് ടൈംസ് എക്സ് നോട്ട് y naught z naught times x minus x naught plus fy times x naught y naught z naught times y minus y naught plus fz. 3 വേരിയബിൾ ഉണ്ടല്ലോ, fz of x naught y naught z naught times z minus z naught. ഇതാണ് ഫോർമുല. അപ്പോൾ ഈ 2 ഫോർമുലയും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രോബ്ലം 2 തരത്തിലും ചോദിക്കാം. 2 വേരിയബിൾ കേസുള്ള ഇതും ചോദിക്കാം, 3 വേരിയബിൾ വരുന്ന കേസ് നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ 3ാമത്തെ വേരിയബിൾ ഒന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരു കോർഡിനേറ്റും കൂടെ കൂടുതലുണ്ട്, ഇസഡ് എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റും കൂടെ കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 ഫോർമുലയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്, അതായത് ഇതാണ്, ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈ ടു ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ ഫംഗ്ഷൻ ഒരെണ്ണം തന്നിട്ടുണ്ട്, അത് ഏത് പോയിന്റിൽ, ആ പോയിന്റ് നമുക്ക് നിർബന്ധമായിട്ടും തരണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് 3,4 ആണ്. 3,4 എന്ന് പറഞ്ഞ പോയിന്റിലെ ഈ ഫംഗ്ഷന്റെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ പോയിന്റിന് തൊട്ടടുത്തുള്ള ഒരു വാല്യൂ നമ്മൾ എടുക്കുകയാണ്, 3.04ഉം 3.98ഉം. ഓക്കെ, രണ്ട് കാണുക, ഈ 3.04 ഈസ് ക്ലോസ് ടു 3 ആൻഡ് 3.98 ഈസ് ക്ലോസ് ടു 4. അപ്പോൾ ഇതിനടുത്തുള്ളൊരു പോയിന്റാണിത്. ഈ പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കണം, അതുപോലെ ആ അപ്രോക്സിമേറ്റഡ് വാല്യൂ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ടാൻജന്റ് പ്ലെയിൻ കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും രണ്ട് ഈക്വൽ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ എറർ ഉണ്ടാവും, പക്ഷെ വളരെ ചെറിയ എറർ ആയിരിക്കും. ആ എറർ കണ്ടുപിടിക്കണം, ഇത് നമ്മളുടെ എറർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് തമ്മിലുള്ള എറർ കണ്ടുപിടിക്കണം, ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള എറർ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം വ്യത്യാസമുണ്ടോ കമ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഫോർമുല ആദ്യം എഴുതുക. സോ വി ഹാവ് എൽ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു, ഫോർമുല ഇതാണ്, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ടൈംസ് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ടൈംസ് വൈ മൈനസ് വൈ നോട്ട്. ഇതാണ് ഫോർമുല. ഇപ്പോൾ ഫസ്റ്റ് ഡോ എഫ് ബൈ ഡോ എക്സ് കാണണം. എഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാവും. എഫ് എക്സ് എന്ന് വെച്ചാൽ ഇതിനെ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് കാണണം. 1/√ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/√x ഡെറിവേറ്റീവ് അല്ലെ, 1/√x ഡെറിവേറ്റീവ് നമ്മൾ കഴിഞ്ഞ ഒരു ഇതിനകത്ത് കണ്ടിരുന്നു. എക്സ് ടു ദി പവർ -1/2 എന്ന് എടുക്കാം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -1/2 എക്സ് ടു ദി പവർ -3/2 എന്നാണ് കിട്ടുക. റൈറ്റ്, അപ്പോൾ ഇത് -1/2 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ all raised to -3/2 into derivative of x square plus y square with respect to x. അപ്പോൾ x കൊണ്ട് ഡെറിവേറ്റീവ് ആകുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എടുത്താൽ മതിയാവും, y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകുള്ളൂ. അപ്പോൾ ഇതാണ് എഫ് എക്സ് എന്ന് പറയാം. റൈറ്റ്, ഇതാണ് എഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 ക്യാൻസൽ ചെയ്ത് കളയാം. സോ -x ബൈ ഈ മൈനസ് നമുക്ക് താഴേക്ക് എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലെ എഫ് വൈയും കണ്ടുപിടിക്കാം. അപ്പോൾ എഫ് ഐ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വൈ ആണെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല.
അപ്പോൾ സിമിലർലി എഫ് ഐ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി നെഗറ്റീവ് വൈ ബൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഇത് കിട്ടി. ഇനിയും നമുക്ക് വേണ്ടത് ഇത് ഉണ്ട്, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ അകത്തും പാർഷ്യൽ ഡെറിവേറ്റീവ്സിലും ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത് പോയിന്റ്? 3, 4 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് 3, 4 ആണ്. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 3, 4 കണ്ടുപിടിക്കണം. എഫ് ഓഫ് 3, 4 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1/√(x² + y² ആണ്. അപ്പോൾ അത് 1/5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ വാല്യൂ ഈ പോയിന്റിൽ 1/5 ആണ്. ഇനി എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് കണ്ടുപിടിക്കണം. എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഡെഫിനിഷൻ അനുസരിച്ച് ഇത് -x/x² + y² ഓൾ റേസ് ടു 3/2 ആണ്. അപ്പോൾ മൈനസ് എഫ് എക്സ് ഓഫ് 3, 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ -3/√(3² + 4² ഓൾ റേസ് ടു 1 സെക്കൻഡ്, അവിടെ റൂട്ടില്ല, 3² + 4² ഓൾ റേസ് ടു 3/2 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ അതിന് -3/√(3² + 4² the whole cube എന്ന് എഴുതാം. ഈ √(3² + 4² 5 ആണ്. അപ്പോൾ 5 ക്യൂബ് എടുക്കുമ്പോൾ നമുക്ക് 125 കിട്ടും. അപ്പോൾ -3/125 എന്നാണ് കിട്ടുക. അതാണ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഇതുപോലെ എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് കണ്ടുപിടിക്കണം. അത് എഫ് ഐ ഓഫ് 3, 4 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -y എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. this 1/3² + 4². ഡിനോമിനേറ്റർ വ്യത്യാസമൊന്നുമില്ല, 3/2. അതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ 125 എന്ന് തന്നെ കിട്ടും. 125. ഇപ്പം നമുക്ക് നമ്മുടെ വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടി. 1/5 -3/125 -4/125. ഓക്കെ, therefore L of xy is equal to ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ ഫോർമുലയ്ക്കകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ടൈംസ് x - x നോട്ട് എഫ് ഐ. ഇപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിയല്ലോ. അപ്പോൾ ഫസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് 1/5 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് -3/125 ടൈംസ് x - x നോട്ട്. x നോട്ട് 3 ആണ്. ആൻഡ് -4/125 ടൈംസ് y - y നോട്ട്. y നോട്ട് 4 ആണ്. ഇത് 125 ആണ്. ഇതാണ് കിട്ടുക. അപ്പോൾ ഇതാണ് ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ ആണ് വരിക. അപ്പോൾ ഇതിനകത്തുള്ള ടൈം ഒരു എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും കുറേ കോൺസ്റ്റൻറ്റും പിന്നെ വൈയുടെ കോഎഫിഷ്യൻറ്റും കുറേ കോൺസ്റ്റൻറ്റുകളും ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് എൽ ഓഫ് എക്സ് വൈ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എൽ ഓഫ് എക്സ് വൈ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോച്ച്. അപ്പോൾ നമുക്ക് ആ പ്ലെയിനിൻ്റെ ഇക്വേഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സർഫസിൻ്റെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. 3, 4 എന്ന് പറഞ്ഞ പോയിന്റിലെ കൂടെ വരയ്ക്കുന്ന ഒരു ടാൻജന്റ് പ്ലെയിൻ കിട്ടും. ആ ടാൻജന്റ് പ്ലെയിൻ്റെ ഇക്വേഷനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അത് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ. ഇനി നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് 3.04, 3.98 ആൻഡ് എൽ ഓഫ് 3.04, 3.98. നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടാണ് വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ വാല്യൂസ് ഇങ്ങനെ കണ്ടുപിടിക്കാം. എഫ് ഓഫ് 3.04 ആൻഡ് 3.98 കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫോർമുല ഇതാണ്, 1/√(3.04 the whole square പ്ലസ് 3.98 the whole square. ആദ്യം ഓരോന്നിൻ്റെ സ്ക്വയർ കാണുക, പിന്നെ സമ്മ് കാണുക, പിന്നെ സ്ക്വയർ റൂട്ട് കാണുക, പിന്നെ 1/, കാണുക. അത്രയും കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. പോയിന്റ് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. 0.1996728047 ഇങ്ങനൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഇനി എല്ലിനകത്തേക്ക് നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ ഓഫ് 3.04, 3.98 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എൽ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനകത്തേക്ക് ഈ എക്സിനും വൈക്കും ആണ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1/5
3/125 ടൈംസ് എക്സിന് 3.04 മൈനസ് 3 മൈനസ് 4/125 ടൈംസ് വൈയുടെ വാല്യൂ 3 മൈനസ് 4 എന്ന് കിട്ടും. 3.98 മൈനസ് 4 എന്ന് കിട്ടും. ഇതും കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0.19968 എന്ന് കിട്ടും. സി, ഇതാണ് അപ്പോൾ ആക്ച്വൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ ഇതാണ്. ഇപ്പോൾ നമ്മൾ ടാൻജൻറ്റ് പ്ലെയിൻ കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ഇതാണ്. രണ്ടും ഈക്വൽ അല്ല, പക്ഷെ വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. യു ക്യാൻ ഒബ്സർവ് ദാറ്റ്, റൈറ്റ്? വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആ ഡിഫറൻസ് എത്രമാത്രം ഉണ്ട്, ഈ ഫംഗ്ഷൻ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനെയാണ് നമ്മൾ എറർ ഇൻ അപ്രോക്സിമേഷൻ എന്ന് പറയാം. എറർ ഇൻ അപ്രോക്സിമേഷൻ is equal to actual function value f of 3.04 3.98 minus L of 3.04 3.98 എന്ന് കിട്ടും. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് മൈനസ് 0.00000 then 71967 എന്നാണ് കിട്ടുക. ഓക്കെ, വാല്യൂ കിട്ടും. അപ്പോൾ കണ്ടത് നമ്മളുടെ ഡിഫറൻസ് വളരെ ചെറുതാണ്. അപ്പോൾ അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു അപ്രോക്സിമേഷൻ ആണ് നമ്മൾ നടത്തിയിരിക്കുക. അപ്പോൾ ഇതാണ് എറർ ഇൻ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. അതായത് ഈ ആക്ച്വൽ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് 34 ആണ്. നമ്മളിപ്പോൾ അതിന് തൊട്ടടുത്തുള്ളൊരു വാല്യൂ എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ആ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കാം. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 34 ആൻഡ് 3.04 3.98. അപ്പോൾ തൊട്ടടുത്തുള്ള രണ്ട് പോയിന്റാണ്. അപ്പോൾ രണ്ട് പോയിന്റുകൾ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 3.04 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് ദെൻ 3.98 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ അല്ലെ, റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് y പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. ഇത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.044721355955 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഈ എറർ ഇൻ അപ്രോക്സിമേഷനും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സും ഇത് തമ്മിലൊന്ന് ഒരു റേഷ്യോ കൂടെ എടുത്തേക്കാം. ഓക്കെ, സോ error in approximation divided by distance between points is equal to, ഇപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ റേഷ്യോ എടുക്കുക. അതായത് ഈ പോയിന്റ് ദിസ് വൺ ഡിവൈഡഡ് ബൈ ദിസ് വൺ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അപ്പോൾ ആ വാല്യൂവും കൂടെ കണ്ടുപിടിച്ച് വെച്ചേക്കുക. അപ്പോൾ അതെന്ന് പറയുന്നത് -0.0001609233104 എന്ന് കിട്ടും. അപ്പോൾ ഈ എറർ ഇൻ അപ്രോക്സിമേഷൻ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് ഇത് തമ്മിലുള്ള റേഷ്യോ എടുക്കുക. അപ്പോൾ ആ റേഷ്യോ ആണ് നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആവുക. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് 3 വേരിയബിൾ ഒരു പ്രോബ്ലമാണ്. f of x y z log of x plus y z ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, സോ f of x y z ഈക്വൽ ടു log of x plus y z ആണ്. എന്തായാലും 3 വേരിയബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു x y z എന്തായാലും കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് ഇതിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1/x plus yz ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് വൈ സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് 1 ആണ് കിട്ടുക. കാരണം ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 എന്ന് കിട്ടും. ഇത് രണ്ട് കോൺസ്റ്റന്റ് ആണല്ലോ. എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് ആകുമ്പോൾ വൈ സെഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആവും. അപ്പോൾ ഇതാണ് എഫ് എക്സ് എന്ന് പറയാം. അതുപോലെ എഫ് ഐ കണ്ടുപിടിക്കാം. പിന്നെ വൈ കൊണ്ട് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ 1/x പ്ലസ് വൈ സെഡ് ഇൻറ്റു എക്സ്. അപ്പോൾ വൈ കൊണ്ട് ഡെറിവേറ്റീവ് ആകുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത് 0 ആയി പോകും. വൈ സെഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. ഇസഡ് ഉണ്ടാവും. അപ്പോൾ ഇസഡ് എന്ന് കിട്ടും. അപ്പോൾ ഇസഡ് ബൈ എക്സ് പ്ലസ് വൈ സെഡ് എന്ന് കിട്ടും.
and fz. Again, log into derivative 1 by x plus yz into derivative of this one with respect to z. Z വെച്ച് കാണുമ്പോൾ x ഉം y ഉം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ x ഒരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് x ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ദെൻ z ന്റെ ഡെറിവേറ്റീവ് 1, സോ കോൺസ്റ്റന്റ് ഈസ് y. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇനി ഈ 3 പോയിന്റിലും നമുക്ക് തന്നിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് 2 1 minus 1. അപ്പോൾ ഈ 2 1 minus 1ൽ ഈ 4 നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പാർട്ട് എന്ന് പറയുക. സോ എഫ് ഓഫ് 2 1 minus 1 ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നത് ലോഗ് ഓഫ് എക്സ് 2 ആണ്, 2 plus y. Y is what? Y is 1, z is minus 1. റൈറ്റ്, അപ്പോൾ ഈ 2 minus 1 എന്ന് കിട്ടും. അപ്പോൾ ലോഗ് 1 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ 0 ആണ്. അടുത്തത് എഫ് എക്സ് ഓഫ് 2 1 minus 1 കണ്ടുപിടിക്കുക. എന്ന് പറയുന്നത് 1 by എക്സിന് 2 കൊടുക്കുന്നു, വൈക്ക് 1 കൊടുക്കുന്നു, ഇതിന് -1 കൊടുക്കുന്നു. അപ്പോൾ അത് 1 എന്ന് കിട്ടും. വാല്യൂ നമുക്ക് 1 എന്നാണ് കിട്ടുക. ദെൻ എഫ് വൈ ഓഫ് 2 1 minus 1 കിട്ടും. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ -1 by എക്സിൻ്റെ വാല്യൂ 2 plus 1 into -1 എന്ന് കിട്ടും. ആൻഡ് എഫ് ഇസഡ് ഓഫ് 2 1 into -1, so 2 minus 1 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടി. അതുകൊണ്ട് നമുക്ക് എൽ ഓഫ് എക്സ് വൈ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് വേണ്ട ഇക്വേഷൻസ് എല്ലാം ആയി. ദെർഫോർ എൽ ഓഫ് എക്സ് വൈ സെഡ് ഫോർമുല ഇതാണ്. എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട്. വെൻ യു റൈറ്റ് എക്സാമിനേഷൻ ഈ ഫോർമുല നിർബന്ധമായിട്ട് എഴുതണം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. എഫ് എക്സ് ഓഫ് x naught y naught z naught times x minus x naught plus fi of x naught y naught z naught times y minus y naught plus fz of x naught y naught z naught times z minus z naught. ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ്റെ ഫോർമുല. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore L of x y z is equal to f of x naught y naught z naught എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് z naught എന്ന് പറയുന്നത് 1 ആണ്. 1 ടൈംസ് എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 2 ആണ്. ദെൻ എഫ് വൈ എന്ന് പറയുന്നത് -1 ആണ്. സോ -1 ടൈംസ് y മൈനസ് 1. എഫ് ഇസഡ് എന്ന് വെച്ചാൽ 1 ആണ്. ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയത് 1 ആണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷൻ ആയതുകൊണ്ട് ഓക്കെ, ഇതിനെ എക്സ് മൈനസ് 2 മൈനസ് വൈ പ്ലസ് 1 പ്ലസ് ഇസഡ് -1 എന്ന് എഴുതാം. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് -3 എന്ന് എഴുതാം. റൈറ്റ്, എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്. ഓക്കെ, ഇവിടെ ഇത് +1 ആണ്. ഇസഡ് -1 ഇസഡ് +1 ആണ് വരിക. അപ്പോൾ ഇത് +1 വരും. അപ്പോൾ 2 - 2 0 ആയിപ്പോൾ. ഇപ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് എന്നേ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൽ ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തൊട്ടടുത്തുള്ള ഇതിൻ്റെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ. ഇത് പ്രോബ്ലം നോക്കി കാണാൻ പറ്റും. 2 1 - 1 അടുത്തുള്ള ഒരു പോയിന്റ് 2.02 0.97 -1.01. അപ്പോൾ ഈ പോയിന്റ് നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷനകത്തും അതുപോലെ നമ്മുടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനകത്തും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഡിഫറൻസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഈ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ റേഷ്യോ കൂടെ എടുത്താൽ ആൻസർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇതാണ് എഫ് ഓഫ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് 2 1 - 1 തൊട്ടടുത്തുള്ള ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് 2.02 ആൻഡ് 0.97 -1.01 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഫോർമുല ഇതാണ്. ലോഗ് ഓഫ് അല്ലേ, എക്സ് എന്ന് പറയുന്നത് 2.02 കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നതാണ്, പ്ലസ് വൈ എന്ന് പറയുന്നത് 0.97 ടൈംസ് ഇസഡ് എന്ന് പറയുന്നത് -1.01. ഇത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.03950
9133 എന്ന് കിട്ടും. You can verify this one. Okay, and L of 2.02 0.97 minus 1.01 ഇതും കണ്ടുപിടിക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് സിമ്പിളാണ്. എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് ആണ്. 2.02 minus 0.97 plus minus 1.01. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.04 എന്ന് കിട്ടും. And you can find this difference. Okay, so error in approximation. Okay, I write only error. Error in approximation is like f minus l അല്ലേ, f minus l ഈ രണ്ട് വാല്യൂസ് കൊടുത്താൽ മതി. അപ്പോൾ 0.0395091133 മൈനസ് 0.04 എന്ന് കിട്ടും. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക മൈനസ് 0.00049086 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ അടുത്തടുത്തുള്ള രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് ഈക്വൽ ടു, ഇവിടെ 3 കോർഡിനേറ്റ്സ് ഉണ്ട്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 2.02 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0.97 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒരു പോയിന്റും കൂടി ഉണ്ട്, അത് മൈനസ് 1.01 മൈനസ് 1, അപ്പോൾ പ്ലസ് 1 എന്ന് വരും ദ ഹോൾ സ്ക്വയർ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.03657. ഓക്കെ, ഞാനത് 8 ഡെസിമൽ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസും കൂടെ എടുത്തേക്കാം. error by distance is equal to, നമുക്കിവിടെ എറർ കിട്ടിയത് മൈനസ് 0.00049086 ഡിവൈഡഡ് ബൈ, അതുപോലെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് 0.03741657. ഓക്കെ, ആ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 0.01311897. Okay, this is what you will get. Okay, you can check it. Okay, ചിലപ്പോൾ ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ എററുകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം, അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹോപ്പ് യു ഗെറ്റ് ദാറ്റ്. അപ്പോൾ ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഈ ചെയ്ത പ്രോബ്ലത്തിന് 2 പ്രശ്നം നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഐഡിയ ഇതാണ്. സി, ഫിഗർ വരച്ചാൽ എത്രമാത്രം മനസ്സിലാവുന്ന അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഇതാണ് സർഫസ് എന്ന് വിചാരിക്കാം. ഞാൻ കുറച്ച് കർവി ആയിട്ടുള്ളൊരു സർഫസ് വരയ്ക്കുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സർഫസ് എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിക്കാം. നമ്മുടെ x0 y0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, തന്നിരിക്കുന്ന പോയിന്റ് ഇതാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ടാൻജന്റ് പ്ലെയിൻ വരച്ചു. അത് ഞാൻ ഒരു നീല ഇതുകൊണ്ട് വരയ്ക്കാം. സോ ദിസ് ഈസ് ദ ടാൻജന്റ് പ്ലെയിൻ ദാറ്റ് വി ഹാവ്. ഓക്കെ, ഇതാണ് ടാൻജന്റ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത്, എന്നിട്ട് ഇതിന് തൊട്ടടുത്തുള്ളൊരു പോയിന്റ് എടുക്കും. തൊട്ടടുത്തുള്ളൊരു പോയിന്റ് എടുത്തു. ആ പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ കർവിലെ പോയിന്റ് ആയിരിക്കും. റൈറ്റ്, കർവിലെ പോയിന്റ് ആയിരിക്കും ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയാം. അത് അതേ ഈ ടാൻജന്റിലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മഞ്ഞ കളറിൽ എഴുതിയിരിക്കുന്നതാണ് L of x0 y0 എന്ന് പറയാം. ഓക്കെ, റെഡ് കളറിൽ എഴുതിയിരിക്കുന്നതാണ് f of x0 y0 എന്ന് പറയാം. അപ്പോൾ അത് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഞാൻ ഗ്രീൻ ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എറർ എന്ന് പറയാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് ഇത് തമ്മിലുള്ള, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്, ഇതിനാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ എററും അതുപോലെ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്, അതാണ് ഇത് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വാല്യൂ. ഈ ഹൈറ്റിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് പ്രോബ്ലം. ഓക്കെ ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. സപ്പോസ് ദാറ്റ് ദിസ് ഫംഗ്ഷൻ f of xy is equal to x square y square is differentiable at the point p of ab. അതായത് ഏതോ ഒരു പോയിന്റ് ഡിഫറൻഷ്യബിൾ ആണ്, എ ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, -4x + 4y + 8 ആണ്. ഓക്കെ, പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പോയിന്റ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് വൈയുടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ്റെ ആക്ച്വൽ ഫോർമുല എന്താണ്? അതെന്ന് പറയുന്നത് എഫ് ഓഫ്, ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് എ ബി ആണ്. അപ്പോൾ എഫ് ഓഫ് എ ബി പ്ലസ് എഫ് എക്സ് ഓഫ് എ ബി ടൈംസ് എക്സ് മൈനസ് എ പ്ലസ് എഫ് ഐ ഓഫ് എ ബി ടൈംസ് വൈ മൈനസ് ബി. റൈറ്റ്, ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇതാദ്യം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എഫ് ഓഫ് എ ബി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ് നോക്കൂ, എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ വൈ ആണ്. അപ്പോൾ ഇതിൻ്റെ എഫ് എക്സ് എന്ന് പറയുന്നത് 2xy ആയിരിക്കും, എഫ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയിരിക്കും. ഇതിനകത്തേക്കല്ല ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എഫ് ഓഫ് എ ബി കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എ സ്ക്വയർ ബി എന്ന് കിട്ടും. അതുപോലെ എഫ് എക്സ് ഓഫ് എ ബി കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 2ab എന്ന് കിട്ടും. അതുപോലെ എഫ് ഐ ഓഫ് എ ബി കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എ സ്ക്വയർ എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ എൽ ഓഫ് എക്സ് വൈയുടെ ഫോർമുല നമ്മൾ എൽ ഓഫ് എക്സ് വൈ ആസ് പെർ ദിസ് വൺ, ഈ ഫോർമുല അനുസരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എ ബി എന്താ നോക്കൂ, എ സ്ക്വയർ ബി ആണ്. നമുക്ക് എ ബി കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം കേട്ടോ. പ്ലസ് എഫ് എക്സ് ഓഫ് എ ബി നമ്മൾ 2ab എന്ന് കണ്ടുപിടിച്ചു, 2ab ടൈംസ് എക്സ് മൈനസ് എ. അടുത്തത് പ്ലസ് എഫ് ഐ ഓഫ് എ ബി എ സ്ക്വയർ ടൈംസ് വൈ മൈനസ് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓൾറൈറ്റ്, പക്ഷേ ആക്ച്വൽ എൽ ഓഫ് എക്സ് വൈ എന്താണ്? ഇതിൻ്റെ എൽ ഓഫ് എക്സ് വൈ നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? എൽ ഓഫ് എക്സ് വൈ നമുക്ക് ആക്ച്വലി തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു -4x + 4y + 8 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഈ ഫോമിലേക്ക് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്തെടുക്കണം. ഈ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തെടുക്കണം. അതിൻ്റെ കാര്യം ചെയ്യാൻ പോവുകയാണ്. ഈ എക്സിനെ ഞാൻ ഇവിടെ നമുക്ക് എക്സ് മൈനസ് എ ആണല്ലോ ഉള്ളത്, ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൽ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഓക്കെ, എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് -4 എക്സിനെ ഞാൻ എക്സ് മൈനസ് എ എന്ന് തന്നെ എഴുതി എന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് അടുത്തത് +4 ഇൻറ്റു വൈയെ ഞാൻ വൈ മൈനസ് ബി എന്ന് എഴുതിയെന്ന് വിചാരിക്കാം, +8. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ എഴുതുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഇവിടെ അഡീഷണൽ ആയിട്ടൊരു ടേം എഴുതിയിരിക്കുക ചെയ്യുക. ഇതിപ്പോൾ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? ഈ പാർട്ട് ഇസ് ഓക്കെ, -4x ആണ്. പക്ഷേ ഈ -4 ഇൻറ്റു മൈനസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? +4a കിട്ടും. റൈറ്റ്, ഇവിടെ +4a കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4y ഓക്കെ ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു -4b കിട്ടും, പിന്നെ ഒരു 8 കിട്ടും. അപ്പോൾ ഇത് രണ്ട് ടേം നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർത്തിരിക്കുകയാണ്, ഈ 4a -4b. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളയണം. അതുകൊണ്ട് ഇവിടെ നമ്മളൊരു -4aയും ഇവിടെ ഒരു +4b എഴുതണം. ഇനിയിപ്പോൾ ഇത് ഈ ബ്രാക്കറ്റ് മാറ്റി സിംപ്ലിഫൈ ചെയ്താൽ ആക്ച്വലി യു വിൽ ഗെറ്റ് -4x -4y + 8 എന്ന് പറയുന്ന ആക്ച്വൽ എൽ ഓഫ് എക്സ് വൈ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ ഇതിങ്ങനെ കിട്ടി. റൈറ്റ്, അപ്പോൾ ഇനി നമുക്ക് ഈ തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈയും, ഓക്കെ, ആ എഫ് ഓഫ് എക്സ് വൈ എൽ ഓഫ് എക്സ് വൈ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നല്ലോ. എൽ ഓഫ് എക്സ് വൈ നമ്മൾ കണ്ടുപിടിച്ച എൽ ഓഫ് എക്സ് വൈ ഇതാണ്. അതായത് എ സ്ക്വയർ ബി, റൈറ്റ്, എ സ്ക്വയർ ബി പ്ലസ് 2ab ടൈംസ് എക്സ് മൈനസ് എ പ്ലസ് എ സ്ക്വയർ ടൈംസ് വൈ മൈനസ് ബി. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് അല്ലേ. ഇത് ഓൾറെഡി ഒരെണ്ണം തന്നിട്ടുള്ള എൽ ഓഫ് എക്സ് വൈ ആണ്, ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. സോ വി കോൾ ദിസ് as equation 1 and this equation 2. So compare
1 and 2. ഇത് രണ്ടും ഈക്വൽ ആയി പറ്റും, റൈറ്റ്? അപ്പോൾ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ എക്സ് മൈനസ് എയുടെ കോയഫിഷ്യൻറ്റ് സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് എയുടെ കോയഫിഷ്യൻറ്റ് എന്താണ്? -4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ -4 ഇസ് ഈക്വൽ ടു, അതായത് ഇവിടുത്തെ എക്സ് മൈനസ് എയുടെ കോയഫിഷ്യൻ -4 ആണ്, ഇവിടുത്തെ എക്സ് മൈനസ് എയുടെ കോയഫിഷ്യൻ 2ab ആണ്. അപ്പോൾ -4 ഇസ് ഈക്വൽ ടു 2ab എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ab ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടുക, ഒരു ഇക്വേഷൻ. ഓക്കെ, അതുപോലെ y മൈനസ് ബിയുടെ കോയഫിഷ്യൻ നോക്കുക. y മൈനസ് ബിയുടെ കോയഫിഷ്യൻ എന്താണ്? ഇവിടെ 4 ആണ്, ഇവിടെ y മൈനസ് ബിയുടെ കോയഫിഷ്യൻ a² ആണ്. അപ്പോൾ ഈ 4ഉം a² ഈക്വൽ ആയി മതിയാവും. ഓക്കെ, അപ്പോൾ 4 ഇസ് ഈക്വൽ ടു a² എന്ന് കിട്ടണം. ഇത് നമുക്ക് എയുടെ വാല്യൂ കിട്ടും, a ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി എന്ന് കിട്ടും. സോറി, പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, a is equal to plus or minus 2 എന്നാണ് കിട്ടുക, അല്ലേ? അപ്പോൾ if a is equal to 2, b എന്തായിരിക്കും? ab equal to -2 അല്ലേ? b is equal to -2 by a ആണ്, or -2 by 2 കിട്ടും, -1 എന്ന് കിട്ടും. അപ്പോൾ ഒരു പോയിന്റ് ഇതാണ്. ഓക്കെ, ഒരു പോയിന്റ് ഇതാണ്. ദാറ്റ് മീൻസ് p ഓഫ് a 2 ആവുക, b -1 ആവുക എന്ന് പറയുന്നത് ഇതാണ് ഒരു പോസിബിലിറ്റി. അപ്പോൾ ഇതാവാം പോയിന്റ്. ഓക്കെ, and if a is equal to -2 ആണെങ്കിൽ b is equal to -2 by -2 which is equal to 1 എന്ന് കിട്ടും. That means p can be -2, 1. So there are two choices we have. ഓക്കെ, അതായത് 2, 1 എന്ന് പറഞ്ഞ പോയിന്റിലെ ലീനിയർ അപ്രോക്സിമേഷൻ എടുത്താലും -2, 1 എന്ന് പറഞ്ഞ പോയിന്റിലെ ലീനിയർ അപ്രോക്സിമേഷൻ എടുത്താലും നിങ്ങൾക്ക് -4x + 4y + 8 എന്ന് തന്നെ കിട്ടും എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. ഈ പ്രോബ്ലത്തിൽ ആക്ച്വലി നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എ ബി എന്ന് പറഞ്ഞ പോയിന്റിലെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യും. അത് കമ്പയർ ചെയ്യുന്ന ഫോമിൽ ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് നടത്തണം, അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. ഒരു റീഅറേഞ്ച്മെന്റ് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഒന്ന് നമുക്ക് തന്നിരിക്കുന്ന L(x(y) ആഫ്റ്റർ ദ റീഅറേഞ്ച്മെന്റ്, ഒന്ന് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന L(x(y) ആൻഡ് കമ്പയർ ദീസ് ടു, then you will get the values of a and b. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള വർക്ക്ഷീറ്റിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് കൂടി കിടപ്പുണ്ട്. ആ പ്രോബ്ലം ഈ സെക്ഷൻ കേട്ടിട്ട് അത് പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യും. All right, so with this we wind up this session. Okay, thank you.